എങ്ങനെയാണെന്ന് നോക്കാം. ഈ കറിയിലേക്ക് നമ്മൾ കറിവേപ്പില നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്കാണ് സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ ഞാൻ ഇവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 6 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ പച്ചമുളക്. ഈ കറിയിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളകിൻ്റെ പൊടി ചേർക്കണില്ല, കുരുമുളകിൻ്റെ പൊടിയും പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു തക്കോലം, 6 കരിയാമ്പൂ, പിന്നെ ഏലക്കായ വേണം. ഞാൻ ഇവിടെ ഏലക്കായുടെ സീഡ്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അത് മുഴുവനായിട്ടുള്ള ഏലക്കായ എടുക്കുകയാണെങ്കിൽ ഒരു 6 ഏലക്കായ എടുക്കുക. പിന്നെ വേണ്ടത് തൈരാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അധികം പുളിയില്ലാത്ത 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 3 പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കത്തെ ഇനി കറിയാക്കാന്ന്. നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഈ കറിയിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. കറിവേപ്പില ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. കറിവേപ്പില ചൂടാക്കിയിട്ട് എടുക്കുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കണ്ട, എണ്ണ ഒഴിക്കാണ്ട് ചൂടാക്കിയിട്ട് എടുക്കാം. ഈ കറിവേപ്പില നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. ഇപ്പോൾ കറിവേപ്പില വെള്ളമയമൊക്കെ പോയിട്ട് കറിവേപ്പില നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇടത്. ഇനി നമുക്ക് ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മസാലകളെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഈ ഗരം മസാലയും ഓയിൽ ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഈ ഗരം മസാലയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതും കൂടിയിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ഇടാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നാളെ പൊടിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാം. ഇനി നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവോള ചേർക്കാം, ചതച്ചെടുത്ത ഇഞ്ചി ചേർക്കാം, ചതച്ചെടുത്ത വെളുത്തുള്ളി ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക. ഇപ്പോൾ സവോളയ്ക്ക് മൊരിഞ്ഞിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതിലേക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളിൻ്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ഗരം മസാല ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കണ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കറിയിലേക്ക് ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ പൊടിച്ച വഴിക്ക് തന്നെ ചേർക്കണം. നേരത്തെ കൂട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗരം മസാലയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കറി നമുക്ക് വേവിച്ചെടുക്കാം. ഈ കറി വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരും. ഏറ്റവും ആദ്യം നമുക്കൊരു ലോ ഫ്ലെയിമിലിടാം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കറി നമുക്ക് വേവിച്ചെടുക്കാം. അത് നമുക്കൊരു ലോ ഫ്ലെയിമിലിടാം. കറി നമുക്ക് മൂടി വയ്ക്കാം. ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കറി വേവിച്ചെടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കറി വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിനുള്ളിൽ കറി നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ഈ കറിയിലെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ലീവ്സ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം.